കോൺഗ്രസിന്റെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ നിയമപരമായി നേരിടാനൊരുങ്ങുകയാണ് ബി.ജെ.പി. നേതാവ് വിനോദ് താവ്ഡെ. 24 മണിക്കൂറിനകം പ്രസ്താവന പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിൽ 100 കോടിയുടെ മാനനഷ്ട കേസ് നേരിടാൻ തയ്യാറായിക്കോളൂ എന്ന് ബി.ജെ.പി. നേതാവ് കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചു. വോട്ടിന് കോഴ നൽകിയെന്ന ആരോപണം കോൺഗ്രസ് ഉന്നയിച്ച സാഹചര്യത്തിലാണ് വിനോദ് താവ്ഡെ പ്രതികരിച്ചത്. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനേറ്റ് എന്നിവർക്കാണ് വിനോദ് താവ്ഡെ ലീഗൽ നോട്ടീസ് അയച്ചത്. മുംബൈയിലെ പാൽഘർ ജില്ലയിലുള്ള വിരാറിൽ സ്ഥിതി ചെയ്യുന്ന ഹോട്ടലിൽ വെച്ച് വോട്ടർമാരെ ആകർഷിക്കാൻ വിനോദ് താവ്ഡെ 5 കോടി രൂപ വിതരണം ചെയ്തു എന്നായിരുന്നു ബഹുജൻ വികാസ് അഘാഡി നേതാവ് ഹിതേന്ദ്ര താക്കൂറിന്റെ ആരോപണം. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് തലേന്നായിരുന്നു സംഭവം നടന്നത്. ആരോപണം ഉന്നയിച്ച് BBI പ്രവർത്തകർ ഹോട്ടലിലേക്ക് ഇരച്ചെത്തുകയായിരുന്നു. വോട്ടർമാർക്ക് വിതരണം ചെയ്യാനെത്തിച്ച 5 കോടി രൂപയുമായി വിനോദ് താവ്ഡെയെ പിടികൂടിയതായി ഖാർഗെയും രാഹുലും സുപ്രിയയും ശ്രീനേറ്റ്